അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചർച്ചയ്ക്കിടെ നാടകീയ സംഭവങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്താ മോനെ? അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ടിപ്പോ എന്തോ ഉണ്ടായി? ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാർ, പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു. IT പാർക്കുകളിൽ മദ്യം വിളമ്പാം, ഡ്രൈ ഡേ വേണ്ട, ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം, മദ്യം നൽകാം. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി 400-ൽ നിന്ന് 250 കുറയ്ക്കാം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട്, വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സാർ? എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ? ഇത്രയും തന്റേടും കഴിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് കേരളം ഭരിക്കുന്നത്. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം, ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും? ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എഴുന്നേറ്റു. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങനത്തെ അസഹിഷ്ണുത കാണിക്കുന്നത്? അതല്ല ഉദ്ദേശം, മാറി അങ്ങേ കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ